जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरदारी जयो गिरिवरदारी जय गोपी जन वल्लभा जयो गिरिवरदारी जयो गिरिवरदारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो जगन्नाथ जयो जगन्नाथ बालदेवा जय सुभद्रमयी जयो जगन्नाथ जयो जगन्नाथ बालदेवा जय सुभद्रमयी जयो गौरानिता जयो गौरानिता गौरानिता जयो गौरानिता जयो गौरानिता जयो गौरानिता गौरानिता जयो गौरानिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव विघ्न विनायक श्री नरसिंहदेव भगवान की जय। ग्रंथराज श्रीमद् भागवतम भगवद्गीता पढ़ने की जय। हरिनाम संकीर्तन युग धर्म की जय। गौर प्रमाण दे हरि बोल। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय।
ഹരേ കൃഷ്ണ. കൃഷ്ണകൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വേറൊരു ഭൗതിക തരാമോ? ഇത് കുറച്ച് ഓക്കെ, എല്ലാരും ഏറ്റു പറയുക. അദാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ അദാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യ ഋഷികേശം തഥാ വാക്യ പിതാമഹ മഹീപദേ പിതാമഹ മഹീപദേ അദാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യ പിതാമഹ മഹീപദേ. ആരെങ്കിലും ഒരാൾ വാങ്ങി. അദാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യ പിതാമഹ മഹീപദേ. ഗുഡ്. ഒരാൾ കൂടെ. അദാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യ പിതാമഹ മഹീപദേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഈ ഒരു ശ്ലോകം മാത്രം 3 ലൈൻ ഉണ്ട് അല്ലെ? സാധാരണ 2 ലൈനെ കാണത്തുള്ളൂ, ഇന്ന് 3 ലൈൻ കേട്ടോ. ഓക്കെ, എനിവേ. മഹീപദേ പറയൂ. രാജാവേ. അതാ അനന്തരം. പിന്നെ. ശാസ്ത്ര സമ്പാദേ നമ്പെയ്യുവാൻ. പ്രവൃത്തെ ആരംഭിച്ചപ്പോൾ. കപിധ്വജഃ ഹനുമാൻ കൊടിയടയാളമുള്ള. പാണ്ഡവഃ പാണ്ഡുപുത്രൻ. അർജുനൻ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിലയുറപ്പിച്ച. ധാർതരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രരെ. ദൃഷ്ട്വാ കൊന്നിട്ട്. ധനു വില്ല്. ഉദ്യമ എടുത്ത്. തഥാ അപ്പോൾ. ഋഷികേശം കൃഷ്ണനോട്. ഇതം വാക്യം ഈ വാക്ക്. ആഹാ പറഞ്ഞു. വിവർത്തനം വായിക്കാം, ഭക്തന്മാരേറ്റ് പറയുക. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത്
ശരങ്ങൾ ഉതിർക്കുവാൻ തയ്യാറായി മറുവശത്ത് അണിനിന്നിരുന്ന ഏത് സൈന്യത്തെയാണ്? അതില് ക്ലിയർ അല്ല. കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഒന്നുകൂടി. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടി അടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിന്നിരുന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീരാ പ്രഭുപാദിക്ക് ജയ്. യുദ്ധം തുടങ്ങുകയായി. രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർതരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണന്മാരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകും. അർജുനന്റെ കൊടിക്കൂറ് മേലുള്ള ഹനുമ ധ്രുവം മറ്റൊരു വിജയ ചിഹ്നമത്രേ. രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ. രാമൻ വിജയിയായി. ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ. എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഹിയും സമ്പദ് ദേവതയുമായ സീതാദേവിയുമുണ്ട്. അതുകൊണ്ട് അർജുനന് ഏതു ശത്രുവിനെയും ഭയപ്പെടാനില്ല. ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക. ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിസ്ഥിതി ഭാവി ജീവിതത്തിന്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു. ഓം തത് സത് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവേ പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗതിദായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചകൽപതരൂപേച്ഛ കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
നമോ ഓം വിശുദ്ധായ കൃഷ്ണപക്ഷായ ഭഗവതി ശ്രീമതി മഹാവിഷ്ണുസാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പ്രചാരണേ ലോകതാരണേ ശ്രീ മഹാവിഷ്ണു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള മഹാഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം വരെ എത്തി നിൽക്കുന്നു. ഇന്നത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അല്ലയോ രാജാവേ, എന്ന് വെച്ചാൽ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇപ്പോൾ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിൽ ഇരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിന്നിരുന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അടുത്ത ക്ലാസ്സിലാണ്. അപ്പോ എന്തുകൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് ഹനുമാൻ കൊടിയടയാളമുള്ള രഥത്തിൽ ഇരുന്നു കൊണ്ട് എന്നെടുത്ത് പറയാൻ കാരണം അതാ, അതായത് ധൃതരാഷ്ട്രന് അറിയാൻ ആഗ്രഹം ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജോലിക്കാരനാണ് സഞ്ജയൻ. ഒരു യജമാനൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി, യജമാനന്റെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കി, എന്നാൽ സത്യം എന്താണെന്ന് പറയുകയും വേണം. യജമാനന്റെ ആഗ്രഹം എന്താണ്? ആര് ജയിക്കാനാണ് ഇഷ്ടം? അവരവർ ജയിക്കും. എന്നാൽ ആരെ ജയിക്കത്തുള്ളൂ? പാണ്ഡവരെ ജയിക്കുന്നു. അപ്പോ തിരിച്ചു പറയുന്നതിന്റെ ഉത്തരമായിട്ട് നൈസ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിൽ ഇരുന്നു കൊണ്ട് എന്ന് പറയുമ്പോ അത് ഇൻഡയറക്റ്റ് മെസ്സേജ് ആണ് ധൃതരാഷ്ട്രന്. ഹനുമാൻ കൊടിയടയാളമുള്ള ഒരു തേരിലാണ് ഇരിക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? വിജയം ആരുടെ ഭാഗത്താണ്? കാരണം എന്ത്? ഹനുമാൻ കൊടിയടയാളം ഒരു വിജയ പതാകയാണ്, ഒരു ജയ പതാകയാണ് ഹനുമാൻ കൊടിയടയാളമുള്ള ഒരു പതാക. അപ്പൊ ഹനുമാൻ ഉള്ള സ്ഥലത്ത് വിജയമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ധൃതരാഷ്ട്രനോട് പാണ്ഡവർ ജയിക്കുമെന്ന് പറഞ്ഞില്ല, പകരം പാണ്ഡവരുടെ പുത്രനായ അർജുനൻ ഇരിക്കുന്നത് ഹനുമാൻ കൊടിയടയാളമുള്ള ഒരു രഥത്തിലാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ ഭാഗത്തായിരിക്കും വിജയം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. അടുത്തത്, തേരിലിരുന്നു കൊണ്ട് അർജുനൻ എന്താണ് ചെയ്യുന്നത്? വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ധൃതരാഷ്ട്രർ വിശ്വസിച്ചിരുന്നത് അധർമ്മികളായ കൗരവർക്ക് അതിന്റെ ഗുണം കിട്ടും. എങ്ങനെയെങ്കിൽ പാണ്ഡവർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ. വിട്ടുകൊടുക്കാൻ ആര് തയ്യാറല്ല എന്ന് നന്നായി അറിയാം, കൗരവർ തയ്യാറല്ല എന്ന് നന്നറിയാം. എന്നാൽ വിശാല മനസ്സിനുടമയായ പാണ്ഡവർ വിട്ടുകൊടുക്കും. അവസാന നിമിഷമെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ആര് വിട്ടുകൊടുക്കും? പാണ്ഡവർ വിട്ടുകൊടുക്കും. അപ്പൊ കൗരവരായ ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ അർഹതപ്പെട്ടതല്ല, അവരുടെ ഔദാര്യത്തിലാണ് കിട്ടേണ്ടത്. എന്നാൽ ഔദാര്യമായിട്ട് കിട്ടുന്നത് എനിക്ക് വേണ്ട, ഞങ്ങൾക്കാണ് അത് അതിന്റെ അവകാശം എന്ന് പറഞ്ഞാണ് അത് നേടിയെടുക്കാൻ കൗരവർ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു യുദ്ധം നടന്നാൽ അത് ആര് ഭാഗത്തെ ജയിക്കത്തുള്ളൂ എന്ന് ആർക്കും അറിയാം. പാണ്ഡവ പക്ഷത്തെ യുദ്ധത്തില് ജയം ഉണ്ടാവത്തുള്ളൂ ധൃതരാഷ്ട്രനും അറിയാം. അപ്പൊ അവസാന നിമിഷം ഈ ചോര പുഴ ഒഴുകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആര് കോംപ്രമൈസ് ചെയ്യുന്നതാണ് ധൃതരാഷ്ട്രർ പ്രതീക്ഷിക്കുന്നത്? പാണ്ഡവർ കോംപ്രമൈസ് ചെയ്യും അവസാന നിമിഷം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഇന്നത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഇപ്പോ ആര് വില്ലെടുത്ത് കഴിഞ്ഞു? അർജുനന് വില്ലെടുത്ത് കഴിഞ്ഞു. ഇനി എന്താ? ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച, യുദ്ധം ഉണ്ടാവാതെയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആര് തയ്യാറായിട്ടില്ല? പാണ്ഡവർ തയ്യാറായിട്ടില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ. അർജുനന്റെ ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വില്ലെടുക്കുമ്പോൾ, ശരമെടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, അയക്കുമ്പോൾ 1000, സ്ഥലത്ത് കൊള്ളുമ്പോൾ ലക്ഷക്കണക്കിനായിട്ടാണ് അത് പോകാൻ പോണത്. അപ്പോ ഒരൊറ്റ അമ്പ് മതി മുക്കാൽ ഭാഗവും നശിപ്പിക്കാൻ ആർക്ക് കഴിയും? അർജുനന് കഴിയും. ആ അർജുനൻ
വില്ലെടുത്ത് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഉടനെ ആര് പേടിക്കാൻ തുടങ്ങി? പേടിച്ചേ പറ്റൂ. കാരണം എന്താ? അർജുനനാണ് എതിരാളി. അതാണ്. അപ്പൊ ഇതാണ് പരിപാടി. ഇനി ലോകത്തിൽ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ ഹനുമാന്റെ മഹിമയെ കുറിച്ച് പറയുന്നു. എന്താണ്? ചൂടാണോ? 10 പ്രാവശ്യം ചൂടെന്ന് പറഞ്ഞാൽ ചൂട് കുറയോ? പിന്നെന്തിനാണ് ചൂട് ചൂട് എന്ന് പറയുന്നത്? അപ്പൊ ചൂടിനെ കുറിച്ച് ഒരു കഥ പറയാം. ഓക്കെ. മദർ തെരേസ അറിയാമോ? മദർ തെരേസ. മദർ തെരേസയോട് കുറച്ച് സാമൂഹിക പ്രവർത്തകർ പോയി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സാമൂഹിക പ്രവർത്തകർ പോയി പറഞ്ഞു, വേൾഡ് യുദ്ധമില്ലായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രചരണം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. എന്താണ്? ആന്റി വാർ ഫോഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. എന്ത് ഫോഴ്സ് ആണ്? അതിന്റെ മലയാളം പറയുമ്പോൾ യുദ്ധമില്ലായ്മയുടെ ഒരു ഫോഴ്സ്, ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു ലോകമാകമാണ്. അപ്പൊ അതിന് മദർ തെരേസയുടെ സപ്പോർട്ട് വേണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ആര് വന്നത്? ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകർ വന്നു. അപ്പൊ മദർ തെരേസ പറഞ്ഞു, ഞാൻ ആന്റി വാർ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പേടിച്ചു, അത്ഭുതപ്പെട്ടു, അന്തം വിട്ടുപോയി. കാരണം എന്ത്? മദർ തെരേസയെ കുറിച്ച് പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? സമാധാനമുള്ള ഒരു ദിവ്യ വ്യക്തിത്വം എന്നാണ്. ഇന്ന് ആന്റി വാർ ഫോഴ്സിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല? മദർ തെരേസ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സപ്പോർട്ട് സ്വീകരിക്കാം. വേൾഡ് പീസ് ഓർഗനൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ഞാൻ സപ്പോർട്ട് ചെയ്യാം. രണ്ടും ഒന്നല്ലേ? ആണോ? രണ്ടും ഒന്നാണോ? പ്രഭു ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രഭു ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് ഇതിലൊരു വലിയൊരു ഗുണപാഠം നമുക്ക് വേണ്ടി ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. സന്നദ്ധ പ്രവർത്തകർ വന്നത് ആന്റി വാർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട. എന്നാല് മദർ തെരേസ പറഞ്ഞു, ഞാൻ ആന്റി വാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ എല്ലാവരും അന്തം വിട്ടുപോയി. കാരണം മദർ തെരേസ ലോകമാകമാനം സമാധാനം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആന്റി വാറിനെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ന്യായമായിട്ട്? പറ്റൂല എന്ന് എടുത്ത വായിൽ പറഞ്ഞോളാം. എന്നിട്ട് പറയാണ്, ഞാൻ വേണമെങ്കിൽ വേൾഡ് പീസ് ഓർഗനൈസേഷന് സപ്പോർട്ട് കൊടുക്കാം. ഹരേ കൃഷ്ണ, എന്താണ് ഇതിന്റെ അർത്ഥം? രണ്ടിന്റെ വ്യത്യാസം എന്താണ്? അപ്പൊ ആൾക്കാർ അന്തം വിട്ടുപോയി. എന്നിട്ട് അവരങ്ങ് പറഞ്ഞു വിട്ടു. എന്താണ് ഇതിനർത്ഥം? പറയൂ. വേൾഡ് പീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ആന്റി വാർ ടീം ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. എന്താണ് അതിനർത്ഥം? അന്നത്തെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല. അവർ അന്തം വിട്ട് തലയൊക്കെ കറങ്ങി ഇറങ്ങിപ്പോയി. എന്തായിരുന്നു അതിനർത്ഥം? പറയൂ. രണ്ടും അതല്ലേ? ആന്റി വാർ എന്ന് പറയുമ്പോൾ അതല്ലേ സംഭവം? എന്ന് വെച്ചാല് വാർ എന്നുള്ള വാക്കേ ആരും ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അത്രയ്ക്കും അവര് പ്യൂറാണ്. വാർ എന്നുള്ള വാക്കേ കേൾക്കാൻ താല്പര്യം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു ആൾക്കാർക്ക്. അതിന്റെ അർത്ഥം ഇതാണ്: ലാ ഓഫ് അട്രാക്ഷൻ എന്നുള്ള നിയമം അനുസരിച്ച്, മനസ്സിലായോ? നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ എന്താണോ ഒരു കാര്യം പറയുന്നത് അത് ഏറ്റെടുത്ത് അത് നടപ്പിൽ വരുത്താനുള്ള ശക്തി നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട്. പക്ഷെ ഉപബോധ മനസ്സിന് ശരി തെറ്റി തിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങൾ പറയുന്ന ആ വാക്കാണ് അത് സ്വീകരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആന്റി വാർ എന്ന് പറയുമ്പോൾ അവിടെ മുഴച്ചിരിക്കുന്നത് വാറാണ്. അപ്പൊ ആന്റി വാർ ഓർഗനൈസേഷൻ എത്രത്തോളം എഫോർട്ട് ഇട്ടാലും വാർ കൂടത്തേ ഉള്ളൂ. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന വാക്ക് വാർ 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 എന്നാണ്. അപ്പൊ വാർ വീണ്ടും 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 ആവർത്തിക്കപ്പെടും. എന്നാൽ പീസ് എന്നാക്കി മാറ്റിയാൽ വാർ അവിടെ ഇല്ല. മനസ്സിലായി? അവിടെ പീസ് 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 എന്നേ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ പീസ് ഉണ്ടാവും. ഇത് ലാ ഓഫ് അട്രാക്ഷന്റെ ഒരു നിയമമാണ്. ഇത് ആര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? മദർ തെരേസ ഉണ്ടായിരുന്നു. മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉപബോധ മനസ്സെന്നുള്ളത് ഭഗവാൻ തന്ന ഒരു സൗഭാഗ്യമാണ്. ഓക്കെ, ആ ഉപബോധ മനസ്സിനുള്ള ഈ സൗഭാഗ്യത്തിന് ഒരു ടെക്നിക്കുണ്ട്. മനഃശക്തി കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. അത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന 6:6 പറയുന്നുണ്ട്, അനുസരണാശീലുള്ള മനസ്സ് നിന്റെ ഉത്തമ മിത്രവും അനുസരണ ഇല്ലാത്ത മനസ്സ് നിന്റെ ശത്രുവുമായിരിക്കും എന്ന് പറയും. അത് ആ മനസ്സിന് അത്രയും ശക്തി ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ മനസ്സ് നമ്മൾ കൊടുക്കുന്ന ഈ അഫർമേഷനിൽ കയറി പിടിക്കും. അത് നടപ്പിൽ വരുത്താനുള്ള ശക്തി അതിനുണ്ട്.
അപ്പൊ കൂടുതൽ എന്താണോ നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത് ആ വാക്കിന് ശക്തി ഉണ്ടാകും. അതാണ് ശ്രീമദ് ഭാഗവതത്തിലെ മൊത്തം പ്രയറിലും പറഞ്ഞിരിക്കുന്നത്. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഭഗവാനെ കൃഷ്ണ അങ്ങയുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ എനിക്ക് കൈമാറാകണേ എന്നാണ് പറയുന്നത്. ഇതില് മനസ്സ് ആന്റി പീസ് ഓർഗനൈസേഷന് പീസ് ഉണ്ടാക്കണം എന്നാണ്. പക്ഷെ അത് വാക്കിലായപ്പോ അത് എന്തായി? വാറായിപ്പോയി. പീസിനെക്കാളും കൂടുതൽ പ്രാധാന്യം വാറിനായിപ്പോയി. അപ്പൊ മനസ്സിലൊന്ന്, വാക്കിൽ വേറൊന്നായിപ്പോയി. അതുകൊണ്ട് പ്രവൃത്തിയിൽ എന്തേ വരത്തുള്ളൂ? അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമേ അവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആന്റി പീസ് ഓർഗനൈസേഷൻ ഒരിക്കലും പീസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവരുടെ ആ സ്ഥാപനത്തിന്റെ പേരാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഉള്ള മെസ്സേജാണ് മദർ തെരേസ നൽകുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. എന്താണോ വേണ്ടാത്തത് അത് പറയേ ചെയ്യും. ഭഗവാനെ എന്റെ ദാരിദ്ര്യമെല്ലാം മാറ്റിത്തരണമേ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അവിടെ 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 നമ്മൾ സമർപ്പണം ചെയ്തിരിക്കുന്നത് ഭഗവാൻ നമുക്ക് തന്ന ഉപബോധ മനസ്സിന്റെ ഫ്രണ്ടില് നമ്മൾ കൊടുത്ത ആദ്യത്തെ വാക്ക് എന്താണ്? ദാരിദ്ര്യമാണ്. അത് എല്ലാം വിസ്തരിച്ച് എസ്സേ ഒന്നും സ്വീകരിക്കില്ല, വൺ വേർഡ് ക്വസ്റ്റിനെ സ്വീകരിക്കത്തുള്ളൂ. അത് സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ദാരിദ്ര്യം. അത് മാത്രമേ അതിന് മനസ്സിലായുള്ളൂ. അത് വീണ്ടും 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 കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചോദിച്ചാലും തരും. അവിടെ പോയി കൽപ്പവൃക്ഷത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ഭഗവാനെ ദാരിദ്ര്യമെല്ലാം മാറ്റി തരണേ. കൽപ്പവൃക്ഷം കേട്ടത് ദാരിദ്ര്യം, വീണ്ടും വീണ്ടും വാരി തരും. മനസ്സിലായ? അപ്പൊ ദാരിദ്ര്യമുള്ള വാക്കേ ഉപയോഗിക്കരുത്. നമ്മൾ അവിടെ ഭഗവാനെ സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം. എങ്ങനെയുണ്ട്? ദാരിദ്ര്യം മാറണം എന്നാണ് അതിനർത്ഥം. സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം, അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഭക്തിയുക്ത ഭഗവത് സേവനം, ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുക്ത ഭഗവത് സേവനം ചെയ്യാൻ ഭഗവാനെ എന്നെ സജ്ജമാക്കണമേ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലെ 116 പ്രാർത്ഥനകളിലും ഒരുപോലെ എല്ലാവരും ആവശ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ റിപ്പീറ്റ് ചെയ്യാം. അതിന്റെ ഓപ്പോസിറ്റ് സാധനങ്ങൾ വാഗുകൊണ്ട് പറയേ ചെയ്യരുത്, മനസ്സുകൊണ്ട് പോലും ഓർക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മളിൽ നിന്ന് അകന്നു പോയി. മനസ്സിലായോ? നമ്മളായിട്ട് വാക്കുകൊണ്ട് നമുക്ക് വേണ്ടാത്ത സാധനം അടുപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ വാക്കുകൊണ്ട് നാമം ജപിക്കണം എന്ന് പറയും. നാമം ജപിക്കുമ്പോൾ അതിനകത്ത് ആരാ ഉള്ളത്? കൃഷ്ണനുണ്ട്. അപ്പൊ കൃഷ്ണൻ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അടുക്കും. കേട്ടാ, വാക്കുകൊണ്ട് പറയുന്നത് വളരെ ശക്തിയുള്ളതാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ കോർപ്പറേറ്റ് വേൾഡിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ കേൾക്കുന്നുണ്ടോ? അതിൽ അഫർമേഷൻ, വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന ശാസ്ത്രശാഖ ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായി പറയുന്നതെല്ലാം ഈ അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അത് ആൾറെഡി നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് മനസ്സിലായി? അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സിനിമ പോലെ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് ഒരു സാങ്കല്പിക ലോകത്തിൽ ജീവിക്കുക എന്നാണ് പറയുന്നത്. കുറെ ദിവസം കഴിയുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് എല്ലാം ഉണരും. അങ്ങനെ ഉണരുമ്പോൾ അതൊരു ശീലമായി മാറും. അപ്പൊ ആ ഹോർമോണിന്റെ ആ ഒരു ശക്തി കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്തോ അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് ഇന്നത്തെ ലോകം പറയുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെ ആയിത്തീരുന്ന ഭഗവത്ഗീതയിൽ ശ്ലോകം അല്ലേ? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നിങ്ങളായിത്തീരും. അപ്പൊ നമ്മൾ ഭഗവാനിലേക്ക് സേവനത്തിൽ ഏർപ്പെടണമെന്നും ഭഗവാന്റെ നാമം ജപിക്കണമെന്നും ഭക്തി ഭഗവത്തിന്റെ ഏർപ്പെടണമെന്നും നമ്മൾ അതിയായ ആഗ്രഹിക്കുകയും അങ്ങനെ സേവനം ചെയ്യുന്നതായിട്ട് കാണുകയും അതിലേക്ക് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ട് വരികയും ചെയ്യുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ആയിത്തീരും. മനസ്സിലായ? ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മരത്തിൽ ഒരു പുഴുവുണ്ട്. ഒരു മരത്തിൽ ഒരു പുഴുവുണ്ട്. ആ പുഴു ഒരു പൊത്തിനകത്താണുള്ളത്. ആ പൊത്തിനകത്ത് നിന്ന് പുഴു വെളിയിൽ നോക്കിയപ്പോൾ ഒരു പറവ വന്ന് അതിനെ കൊത്താൻ വേണ്ടി നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് അകത്ത് കയറി. ഈ അകത്ത് കയറിപ്പോയ പുഴുവിന്റെ ചിന്തയിൽ ആരാണ് പറയും? പറവയാണ്. മനസ്സിലായ? ആ സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ പുഴു മരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബെർത്ത് ആരുടെ ശരീരമായിരിക്കും അതിന് കിട്ടുന്നത്? പറവയുടെ ശരീരമാണ് കിട്ടുന്നത്. കാരണം അതിന്റെ ചിന്തയിലും സ്മരണയിലും എല്ലാം ആ പറവയുടെ രൂപമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ സിറ്റുവേഷനിൽ അത് മരിച്ചിട്ട് ജനിച്ചാൽ ആ പുഴുവിന് കിട്ടുന്നത് പറവയുടെ ശരീരമായിരിക്കും. മനസ്സിലായ? അതേപോലെ ഒരു പുരുഷൻ മരിക്കുമ്പോൾ ഭാര്യയെ കുറിച്ച് ഓർത്തോണ്ട് മരിച്ചു. നല്ലതാണോ ചീത്തയാണോ? ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ പറയുന്നത് സക്സസ്, എന്റെ ഭർത്താവ് മരിക്കുന്ന സമയം പോലും എന്നെ കുറിച്ച് ഓർത്ത് മരിച്ചു അല്ലേ? പക്ഷെ അടുത്ത ബെർത്തിലെ ആ പുരുഷന് കിട്ടുന്നത് സ്ത്രീ ശരീരമായി.
ഒരു സ്ത്രീയെ കുറിച്ച് ഓർത്താണ് മരിച്ചത്. അതേസമയം ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഓർത്ത് മരിച്ചു. അപ്പോ അത് നല്ലതാണോ ചീത്തയാണോ? പറയും. അത് നല്ലതെന്നാണ് പറയുന്നത്. കാരണം അടുത്ത ബർത്ത് അദ്ദേഹത്തിന് ഒരു പുരുഷ ശരീരം കിട്ടും. ആധ്യാത്മികമായി വളരാൻ, ഉയർച്ച പ്രാപിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമായ ശരീരം എന്ന് പറയുന്നത് ഒരു പുരുഷ ശരീരം. അപ്പൊ അത് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഭാര്യയെ കുറിച്ച് ഓർത്ത് ഭർത്താവ് മരിക്കുന്നത് ദോഷം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് ഓർത്ത് മരിക്കണം, ഭാര്യയെ കുറിച്ച് ഓർത്ത് അല്ല മരിക്കേണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീയെ ഇതിനകത്ത് പറഞ്ഞ കാര്യം പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ കൈ നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകണം, ഇത് താണ്ടിയാ പോകണ്ടത്. ദയവായി ക്ഷമിച്ചാലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രത്തിൽ പറഞ്ഞില്ല. അതാണ് സത്യസന്ധമായി ഭാഗവതം ക്ലാസ് എടുത്താല് പെണ്ണുങ്ങളിൽ അടി കിട്ടാതെ ഇറങ്ങാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇല്ല, എല്ലാ ഞായറാഴ്ച തോറും ശ്രീമദ് ഭാഗവതം ക്ലാസ് 11 മണിക്ക് അവിടെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് 8 മണിക്കുള്ള ക്ലാസ് നമ്മൾ അതുകൊണ്ട് ആ ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഒരു ദിവസം ക്ലാസ്. എന്റെ വൈഫ് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, എനിവേ അല്ല, ഇത് റെക്കോർഡിംഗ് നടക്കുകയാണ്, തമാശ പിന്നെ പറയാം. ഓക്കെ, ഭഗവാൻ കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം, നമ്മുടെ ടോപ്പിക് ഇന്ന് മാറിപ്പോയി. നമ്മള് ചൂട് 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 എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്, ചൂട് ചൂട് എന്ന് പറയും തോറും ചൂട് കൂടും. ചൂട് 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 എന്ന് പറയും തോറും ചൂട് കൂടും. കാരണം എന്ത്? ചൂട് ചൂട് എന്ന് പറയും തോറും മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്കൊരു ഭയം ഉള്ളിൽ നിന്ന് വരും. ഈ ഭയം വരുമ്പോ അവര് ചെറിയ ചൂടിനെയും വലുതായിട്ട് കാണും. പോരാഞ്ഞിട്ട് ഇനിയും ചൂട് കൂടുമെന്ന് വെപ്രാളപ്പെടാൻ തുടങ്ങും. അപ്പൊ നാളെ ചൂട് വന്നില്ലെങ്കിൽ ഇന്ന് അതിന്റെ ടെൻഷൻ അടിച്ച് നമ്മൾ കൂടുതൽ ടെൻഷൻ ആയി പോകും. അതെ, കോവിഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ തന്നെ കോവിഡ് എന്ന് കേൾക്കുന്നത്, ലോകം മുഴുവൻ കോവിഡ് എന്ന് കേൾക്കുമ്പോൾ കോവിഡ് വ്യാപനം കൂടും. മനസ്സിലായോ? തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എല്ലാം നന്നായിരുന്നു, ഇനി ഒരിക്കലും അതുപോലെ ആവില്ല എന്ന് പറഞ്ഞ ഒരു ക്യാൻസറിന്റെ ഒരു പരസ്യം കേട്ടിട്ടുണ്ടോ? അല്ലേ? അത് ഇടുന്തോറും ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടും. ബോധവൽക്കരണമൊക്കെ തന്നെ. പക്ഷെ അത് മെഡിറ്റേഷന്റെ ആൾക്കാർക്ക് എന്താണ് വരുന്നത്? മെഡിറ്റേഷന്റെ ആ അർബുദമാണ് വരുന്നത്. അത് കൂടും. അത് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് ചെവിയും പൊത്തി പിടിച്ചോ, ഇങ്ങനെ അത് കേൾക്കും തോറും നമുക്കത് സംഭവം മോശമാണെന്ന് അറിയാം. പിന്നെയും അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യം എന്താണ്? റെപ്യൂട്ടേഷന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അടുത്തത് കൂടുതലാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്ത് പറഞ്ഞു? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്ത് പറഞ്ഞു? സുഖവും ദുഃഖവും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇതിൽ അസ്വസ്ഥരാകാതെ ബുദ്ധിമാന്മാർ അതിൽ സഹിക്കാൻ പഠിക്കണം. ചൂട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. സുഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ദുഃഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സഹിക്കണം. തീർന്നു. സഹിക്കാൻ പഠിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല, അല്ലേ? ഉടനെ പെരുവെയിലത്ത് നടുറോട്ടിൽ ഇപ്പൊ നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചൂടെന്ന് പറയുന്നത് നിർത്തണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ചൂട് എന്നുള്ള വാക്ക് ആദ്യം കൂടുതൽ പറയുന്ന ആരായിരിക്കും? അത്ഭുതമാണത് കേട്ടോ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തോ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എപ്പോഴും ഈ പരാതി പറയുന്ന ആരാണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചൂട്. അവരാണ് ഈ ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും ചൂട്, അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും ചൂട് കൂടുകയാണ്. പറയരുത്. കൃഷ്ണൻ പറയാണ് സഹിക്കാൻ പഠിക്കണം, മിണ്ടാതെ തന്നെ ഇരുന്നത്. ഇതാണ് പ്രാക്ടീസ്. സുഖവും ദുഃഖവും എങ്ങനെ സഹിക്കാം എന്നുള്ളതിന്റെ പ്രാക്ടീസിന്റെ തുടക്കം മനസ്സിൽ വന്ന കാര്യം വായിലൂടെ പുറത്തു വരുന്നു. മനസ്സ്, വാക്ക്, പ്രവൃത്തി. ഇതാണ് ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. ഏതൊരു ഫംഗ്ഷൻ നടത്തുന്ന നടത്തിപ്പുകാർ 3 പേരാണ്: മനസ്സ്, വാക്ക്, പ്രവൃത്തി. അപ്പൊ മനസ്സിൽ ഒരു കാര്യം വന്നാല് അത് മോശമാണെങ്കിൽ അത് വായിലൂടെ വെളി വരാൻ പാടില്ല, അവിടെ അടക്കിയേക്കാം. അപ്പൊ പ്രവൃത്തിയിൽ അത് വരില്ല, അല്ലേ? മനസ്സ്, വാക്ക്, പ്രവൃത്തി കൊണ്ടാണ് ഏതൊരു സംഭവം നടക്കുന്നത്. മനസ്സിൽ താജ്മഹൽ ഉണ്ടായി, വാക്കുകൊണ്ട് സഹപ്രവർത്തകരോട് പറഞ്ഞു, പ്രവൃത്തിയിൽ താജ്മഹൽ അവിടെ രൂപീകൃതമാണ്, അല്ലേ? മനസ്സിൽ വന്ന കാര്യം ആരോടും പറഞ്ഞില്ലെങ്കിൽ ആ താജ്മഹൽ അവിടെ വരുമോ? കണ്ട? അപ്പൊ അതേപോലെ ഒരു ദോഷം കാര്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ വാക്കിലൂടെ പറഞ്ഞ് അതിനെ ആസ്വദിക്കാൻ പാടില്ല. വാക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പ്രവൃത്തിയിൽ അത് വന്നു.
അതുകൊണ്ട് മനസ്സിൽ വന്ന കാര്യം മോശപ്പെട്ട കാര്യമാണെങ്കിൽ വാ കൊണ്ട് പറയരുത്. ചൂട് 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 പറയോ? ഓക്കെ. കൃഷ്ണ 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 എന്ന് ആ സമയത്ത് പറയാം. ഓക്കെ, അതാ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോ ചർച്ച ചെയ്തത് പ്രാക്ടിക്കൽ ശ്രീമദ് ഭാഗവതമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്, അല്ലെ? ടോപ്പിക്കുമായി മാറിപ്പോയെങ്കിലും വിഷയം ഭാഗവതത്തിൽ അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ശ്ലോകത്തിൽ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് എന്ന് സഞ്ജയൻ പറഞ്ഞതിന്റെ അർത്ഥം, ഹനുമാൻ എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. അതിന് ഉപോൽപ്പന്നമായി ഒരു കഥ ഞാൻ പറഞ്ഞു. ഭഗവാൻ ശ്രീരാമന്റെ ഉന്നത ഭക്തന്മാരിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും, ഹരേ കൃഷ്ണ, എല്ലാം സൈലന്റിലാക്കി വെക്കും. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഹനുമാന്റെ സ്ഥാനം അവർണ്ണനീയം തന്നെ, ഒരുപാട് ഉയരങ്ങളിലാണ് കേട്ടോ. മഹാജനങ്ങളിൽ ഓരോ നവവിധ ഭക്തി പ്രക്രിയകളിൽ ഓരോരുത്തരും ഓരോ സ്ഥാനം അലങ്കരിക്കും. മഹാജനങ്ങളിലല്ല, നവവിധ ഭക്തി പ്രക്രിയകളിൽ ഓരോരുത്തരും ഓരോ സ്ഥാനം അലങ്കരിക്കുന്നതില് ദാസ്യഭക്തിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഹനുമാൻ. എന്താ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്, കുഞ്ചൻ. അതേപോലെ നവവിധ ഭക്തി പ്രക്രിയയിൽ ദാസ്യത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഹനുമാൻ. ഉപജ്ഞാതാവല്ല, അതിന്റെ മാതൃക ആരെന്ന് ചോദിച്ചാൽ ഹനുമാൻ. ഓക്കെ, അപ്പൊ നല്ലൊരു ദാസനാണ്. ഈ ദാസം ഹനുമാനെ ചെയ്യാൻ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അണ്ണാൻ കുഞ്ഞിനെ തെങ്ങിലേറാൻ ആരെയും പഠിപ്പിക്കണം, നാച്ചുറൽ ഓടി എന്നതുപോലെ ഹനുമാൻ ആരും എന്ത് പഠിപ്പിക്കേണ്ട, ദാസ്യഭക്തി പ്രാക്ടീസ് ആരും പഠിപ്പിക്കേണ്ട കാര്യം, അത് നാച്ചുറൽ ആയിട്ട് അദ്ദേഹം ഭക്തനാണ്, കറ കളഞ്ഞ ഒരു നല്ല ഭക്തൻ. ഈ ദാസന് എന്ത് പാടില്ല, അഹങ്കാരം പാടില്ല. പലപ്പോഴും നമ്മൾ ഭഗവാന്റെ ദാസഭക്തി എന്ന് മാത്രമല്ല, ഭക്തിയിൽ എന്ത് പാടില്ല, അഹങ്കാരം പാടില്ല. ഓക്കെ, ഭഗവാന്റെ ഭക്തിയുക്ത ഭഗവത് സേവനത്തില് നമുക്കുള്ള എല്ലാ വികാരങ്ങളെയും ഉൾപ്പെടുത്താൻ പറ്റും. എന്നാൽ ഒരേ ഒരു വികാരത്തിന് മാത്രം ഭക്തി ഭഗവത് സേവനത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല. എന്തെന്ന് ചോദിച്ചാൽ അത് കുശുംബാണ്. എന്താ, അസൂയയും കുശുംബിനെയും ഭക്തിയുക്ത ഭഗവത് സേവനത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് വൈകുണ്ഠ ലോകത്തിൽ ഇല്ല, അത് കുണ്ഡലോകത്തിലേ ഉള്ളൂ, ഇവിടെ ഉള്ളൂ. അതാണ്. അപ്പോ ബാക്കി ഏത് വികാരത്തിനെയും, കാമത്തിനെ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗപ്പെടുത്താം, ക്രോധത്തിനെ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ എന്തിനെ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അസൂയ കുശുംബിനെ ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിയും കേട്ടോ. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഭക്തന്മാർക്കെല്ലാം കുറച്ച് കുശുമ്പുണ്ടാവും, അസൂയ ഉണ്ടാവും, അല്ലെ, അഹങ്കാരം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഉള്ളിലുള്ള ദോഷങ്ങളിൽ അല്പസ്വല്പമൊക്കെ വെളിയിൽ വരും. അത് തെറ്റല്ല, സ്വാഭാവികമായ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഭക്തിയുക്ത ഭഗവത് സേവനം ചെയ്യുമ്പോൾ ചില ഭക്തന്മാർക്ക് ഭഗവാൻ എന്ത് ചെയ്യും, അവരെ നന്നാക്കാൻ വേണ്ടി ഒരു കൊട്ട് കൊടുക്കും. അത് ആരെ വെച്ചാണ് കൊടുക്കുന്നത്, ഭഗവാന്റെ ലീലകൾ അനുസരിച്ച് പരസ്പരം ഭക്തന്മാർ തമ്മിൽ ഒന്ന് ഒരയുമ്പോൾ ആ ഒരൊറ്റ ഒരശലില് ഒരുപാട് പേർക്കാണ് അവരവരുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ഭഗവാൻ എത്തിച്ചു കൊടുക്കും. മനസ്സിലായോ? ഭഗവാന്റെ ഒരു ലീലയില് ഒരേ ഒരു ഉദ്ദേശമല്ല ഉള്ളത്. ഒരേ ലീലയിൽ ഭഗവാൻ പലർക്കും പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും, പലർക്കും പല പാഠങ്ങളും കൊടുക്കും. ഒറ്റ ലീല, പക്ഷെ ഗുണപാഠം 1000 പലതാണ്. ഓരോരുത്തർക്കും ഒരു ഭഗവത്ഗീത പാഠം ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ക്ലാസ് കേട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് എന്തെന്നറിയാമോ? ഈ ക്ലാസ് എനിക്ക് വേണ്ടി ഭഗവാൻ തന്ന ക്ലാസ്, എന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത് എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. എന്നതുപോലെ ഭഗവാന്റെ ലീലകളിലൂടെ, ഒരു ലീലയിലൂടെ ഒരുപാട് പേർക്കാണ് ഭഗവാൻ പാഠങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ശരി. അതില് ഒരു കഥ ഞാൻ പറഞ്ഞു. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഉന്നത ഭക്തൻ. ആ ഉന്നത ഭക്തന് മറ്റുള്ള എല്ലാ ഭക്തന്മാരെക്കാളും ഒരു പടി ഉയരങ്ങളിലാണ് ഭക്തിയിൽ ഹനുമാൻ ഉള്ളത്. അത് തെളിയിക്കാൻ വേണ്ടി ഒരു ലീല ഭഗവാൻ നടത്തി. അതിന്റെ ഭാഗമായി ഭഗവാൻ നോക്കിയപ്പോൾ ഭഗവാന്റെ ഗരുഡൻ ഉണ്ടല്ലോ, ഗരുഡൻ ആരാണ്? ഭഗവാന്റെ ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ്, അറിയാലോ. അതാ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം. എന്താണ് കാരണം? ഈ ലോകത്തിന്റെ അധിപതിയെ കൊണ്ടുപോകുന്നത് ഞാൻ, അല്ലെ, ഞാനല്ലേ, അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്നത് ഞാനാണ്. അപ്പോ അതൊരു ജാടയല്ലേ? അതിലൊരു ചെറിയ ഒരു അഹങ്കാരം ഉള്ളത് പോലെ തോന്നും. അത് എന്റെ ഭഗവാനെക്കാളും ശക്തനാണ് ഞാൻ, അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന് തൂക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നതെന്ന് വരെ ചില സമയത്ത് ആര് ചിന്തിച്ചളഞ്ഞ്.
ഗരുഡൻ ചിന്തിച്ചുകൊണ്ട്. ആണോ? അങ്ങനെയാണോ? അല്ല. മറ്റൊരു സ്ഥലത്ത് നോക്കിയപ്പോ സുദർശന ചക്രം ചിന്തിക്കുകയാണ്. അല്ലെ? ലോകത്തിലെ ഏറ്റവും ശക്തനായ ആയുധമാരാണ്? ഞാനാണ് ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഭഗവാന് പോലും പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഞാൻ എന്ന് ഒരു സമയത്ത് ആര് ചിന്തിച്ചളഞ്ഞു? 3 ഭഗവാന്റെ പത്നിമാരില് സത്യഭാമയ്ക്ക് കുറച്ച് ഒരു ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണെന്നുള്ള ഒരു ചെറിയൊരു ഭാവം എപ്പോഴും ആർക്കുണ്ട്? സത്യഭാമയ്ക്കുണ്ട്. പോരാഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണം എന്നും കൂടെ ആരാഗ്രഹിക്കുന്നുണ്ട്? ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി സത്യഭാമക്കുണ്ട്. ഭഗവാൻ ഇത് നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞു, എങ്കിലും ആർക്ക് ഒരു ഗുണപാഠം കൊടുത്തേക്കാം, ഈ 3 പേർക്കും കൂടെ ചേർത്ത് ഒരൊറ്റ ഗുണപാഠം കൊടുത്തേക്കാന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗരുഡ, ഒരു പർവ്വതത്തിന്റെ പേര് പറഞ്ഞു. ആ പേര് ഞാൻ മറന്നുപോയി, ജീവിച്ച് തുറന്നിട്ടുണ്ട്. ഏതൊരു പർവ്വതത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എനിവേ, ആ പർവ്വതത്തിലേക്ക് ഒന്ന് പോണം. അവിടെ ഹനുമാനുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ പറയാം. അപ്പൊ ആ പർവ്വതത്തിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ ഹനുമാനുണ്ട് കേട്ടോ. ആ ഹനുമാനെ ഒന്ന് കണ്ട് ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് വരണം. ഇനി അഥവാ അദ്ദേഹം വന്നില്ലെങ്കിൽ എടുത്തോണ്ട് വരണം. സിനിമയിൽ കണ്ടിട്ടില്ലേ? സാറ് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. വരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് കുറെ വില്ലന്മാര് പറയണ കേട്ടിട്ടില്ലേ? അതേപോലെ ഗരുഡൻ വന്ന് ഹനുമാനെ കണ്ട് ഹനുമാനോട് പറഞ്ഞ് അങ്ങ് ഒന്ന് വരണം, അങ്ങയെ കൊണ്ടുവരാനാണ് ഭഗവാന്റെ കൽപ്പന. അപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാനൊരു ബിസി ഷെഡ്യൂളിലാണ്, ഞാൻ വരാം, ഇപ്പൊ തൽക്കാലം താങ്കൾ പൊയ്ക്കോളുക, ഞാൻ പുറകെ വന്നോളാം എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഉടൻ ഇദ്ദേഹം പറഞ്ഞു, വളരെ പെട്ടെന്ന് വരേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്നില്ല എങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ പോകുന്നതിനേക്കാളും സ്പീഡിൽ നിങ്ങൾ അവിടെ എത്തും മുമ്പ് ആരെത്തിക്കോളാം? ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഗരുഡൻ പറയാണ്, എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ വരൂ, നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? ഉടനെ ചർച്ച മാറി, ടോപ്പിക്ക് മാറി. വ്യവസായാത്മിക ബുദ്ധി വന്ന കാര്യം വേറെ, ചർച്ച ചെയ്യപ്പെടുന്നത് വേറെ. നിങ്ങൾ എന്നെക്കാളും സ്പീഡിൽ എത്തുന്നോ? നിങ്ങൾക്ക് അറിയാമോ ഞാനാണ് ആരെ കൊണ്ടുപോണത്? ഭഗവാൻ സ്പീഡിൽ പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ എന്റെ സഹായം സ്വീകരിച്ചാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്യാവശ്യത്തിന് സ്പീഡിൽ പോകാൻ വേണ്ടി അങ്ങനെയുള്ള എന്നെക്കാളും സ്പീഡിൽ നിങ്ങൾ വരുമെന്നാണോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ വരണം എന്റെ കൂടെ എന്ന് പറഞ്ഞു. കൂടെ പറഞ്ഞ്, ശരി ഞാൻ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ, ഈ സ്ഥലം എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ഇത് വീണ്ടും എന്നെ പറ്റി എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം പുകഴ്ത്തലുകളായി തുടങ്ങി ഗരുഡൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, നമ്മൾ ആർഗ്യുമെന്റിന് ഞാൻ തയ്യാറല്ല, താങ്കൾ വിളിച്ചു, ഞാൻ വരാൻ തയ്യാറാണ്, ഞാനൊരു ബിസി ഷെഡ്യൂളിൽ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അത് പൂർത്തീകരിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. വീണ്ടും ഞാനാണ് വലിയതെന്ന് കാണിക്കാൻ വേണ്ടി ഗരുഡൻ വീണ്ടും ആർഗ്യുമെന്റ് ചെയ്തപ്പോ പറഞ്ഞ്, നിങ്ങൾ അനാവശ്യമായിട്ട് എന്റെ ആർഗ്യുമെന്റിന് വന്നാൽ ഞാൻ പിടിച്ച് തൂക്കിയെടുത്ത് അങ്ങ് എറിഞ്ഞു കളയും, പിന്നെ നീ പറന്നു പോകേണ്ട ആവശ്യം വരില്ല, ഞാൻ ഒരൊറ്റ എറിയിൽ നിന്നെ അവിടെ ആക്കിക്കളയും, കൊണ്ട് പിണ്ടാതെ പോന്ന് പറഞ്ഞപ്പോ ആർക്ക് ദേഷ്യം വന്നു? ഗരുഡന് ദേഷ്യം വന്നു. അപ്പോഴത്തേക്കും വീണ്ടും ഇദ്ദേഹത്തിനോട് കയർക്കാൻ വന്നപ്പോ ഉടനെ ആർക്ക് മനസ്സിലായി? ഹനുമാന് മനസ്സിലായി, ഇതിനാണ് ആരയച്ചിരിക്കുന്നത്, എന്നെ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങേർക്ക് കുറച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് കക്ഷിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് ആർക്ക് മനസ്സിലായി? ഹനുമാന് മനസ്സിലായ? ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആത്മബന്ധം. ഇതാണ് ഭഗവാൻ എന്തിനാണ് ഗരുഡനെ വിട്ടെന്ന് ഹനുമാനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഹനുമാന് മനസ്സിലായി ഈ ലീലയുടെ ഉദ്ദേശം ഗരുഡന്റെ ജാട കുറയ്ക്കലാണ് ഭഗവാൻ ഉദ്ദേശിക്കണമെന്ന് ഹനുമാന് മനസ്സിലായി. ഹനുമാൻ എന്ത് ചെയ്തു? വാലോടെ തൂക്കി ഒരു റൗണ്ട് അടിച്ച് ഒരൊറ്റ എറി ഇറങ്ങി. ഈ ഗരുഡ നേരെ വന്ന് ദ്വാരകാധാമിനടുത്ത്, ഭഗവാന്റെ വീട്ടിനടുത്ത്, എന്താ ദ്വാരകയിലെ ചുറ്റും എന്താണുള്ളത്? കടലില് മൂക്ക് കുത്തനെ താഴെ. ആ എറിയുടെ പവർ കൊണ്ട് ഓഷൻ എന്ന് പറയുമ്പോൾ കടലിലുള്ള ആഴത്തിലേക്ക് ആഴ്ന്നു പോയെന്നാണ് പറയുന്നത് ഗരുഡൻ. എങ്ങനെയുണ്ട്? അപ്പൊ ഗരുഡൻ മൂക്ക് കുത്തനെ താഴെ. ഉടനെ എന്ത് ചെയ്തു? ഹനുമാൻ നേരെ ഇവിടെ വന്നു, ദ്വാരകാ ഡാമില് എത്തിയിട്ട് അകത്ത് കയറാൻ പോയപ്പോഴത്തേക്കും
അവിടെ നേരത്തെ തന്നെ സുദർശന ചക്രത്തിനോട് ഭഗവാൻ പറഞ്ഞു, സുദർശന ചക്രം ദ്വാരകയുടെ കവാടത്തിൽ പോയി നീ കാവലിരിക്ക്, തൽക്കാലം ആര് വന്നാലും ഇങ്ങോട്ട് കയറ്റി വിടണ്ട, ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയത്. ആ ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹം വന്ന് കാവൽ നിൽക്കുകയാണ് സുദർശന ചക്രം, കേട്ടോ. അപ്പോഴത്തേക്ക് ആരെത്തി? ഹനുമാൻ എത്തി. ഹനുമാൻ മിണ്ടാതെ അകത്ത് കയറാൻ ശ്രമിച്ചപ്പോഴത്തേക്കും തടസ്സം നിന്നു. ആര്? സുദർശന ചക്രം തടസ്സം നിന്നു. ഹരേ കൃഷ്ണ. സുദർശന ചക്രം തടസ്സം നിന്നു. സുദർശന ചക്രം തടസ്സം നിന്നപ്പോൾ ഹനുമാൻ പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിച്ചാലും എന്റെ പേര് ഹനുമാൻ എന്നാണ്, ഞാൻ ത്രേതായുഗത്തിൽ മുതലുള്ള ആളാണ്. ഞാൻ രാമരാവണ യുദ്ധത്തിൽ ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ സേവനം ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രീതി പൂണ്ട സീതാദേവി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹപ്രകാരം ലോകത്ത് എവിടെ ആയിരുന്നാലും ഭഗവാനെ കാണാൻ ഒരിക്കലും അന്തപുരത്തിലാണെങ്കിൽ കൂടിയും ആർക്ക് അനുമതി മേടിക്കണ്ട, ഹനുമാന് അനുമതി മേടിക്കാതെ എപ്പോഴും ഏത് സമയത്ത് ഭഗവാനെ വന്ന് കാണാനുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് സീതാദേവി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കയറി പോകുന്ന കാര്യത്തിൽ അങ്ങ് ദയവായി എനിക്ക് തടസ്സം നിൽക്കരുതെന്ന് വിനയപൂർവ്വം സുദർശന ചക്രനോട് ഹനുമാൻ പറഞ്ഞു. സുദർശന ചക്രം പറഞ്ഞ് ഏതോ ഒരു ത്രേതായുഗത്തിലെ കഥയും പറഞ്ഞ് ഇവിടെ കയറാൻ നോക്കണ്ട. അതൊക്കെ അന്ന് അതൊക്കെ അന്ന്. ഇന്ന് ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ കാര്യക്കാർ. അതുകൊണ്ട് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെയും കയറ്റിവിടില്ല. ഇവിടെ പറയാണ് അതേ ഭഗവാൻ തന്നെയാണ് എന്റെ കൂടെയും പറഞ്ഞിരിക്കുന്നത്, ആരുടെയും പെർമിഷൻ മേടിക്കേണ്ട കാര്യമില്ല, എപ്പോ വേണം എന്നെ ഒന്ന് കാണാമെന്നും പറഞ്ഞു. അപ്പൊ അവിടെ എന്തായി? അവിടെ ഒരു വാഗ്വേദം സംഭവിക്കാൻ തുടങ്ങി. ഉടനെ പറയാണ്, സുദർശന ചക്രം പറയാണ്, എന്നെ കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഞാനാണ് ആര്? സുദർശന ചക്രം. ഞാനാണ് ഭഗവാന്റെ ശരിയായ സെക്യൂരിറ്റി ഗാർഡ്. ഞാൻ ഉള്ള സ്ഥലത്ത് ഭഗവാൻ വളരെ സുരക്ഷിതനാണ്. ഞാൻ ഉള്ള സ്ഥലത്ത് ആര് സുരക്ഷിതനാണ്? ഭഗവാൻ വളരെ സുരക്ഷിതനാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ അത് നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഭഗവാൻ തന്നെ അറിയാവുന്നുള്ളത് കൊണ്ടാണ് എന്നെ ഇവിടെ നടക്കിയിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഭഗവാന് വേറെ പോരാളികൾ വേറെ ഇല്ല, ഞാനാണ് അതിന്റെ ആൾ. അതുകൊണ്ട് എന്നെ കുറിച്ച് നീ അന്വേഷിച്ചിട്ട് നീ എന്റെ കൂടെ ഉടക്കാൻ വാ, ഇപ്പൊ സ്ഥലം കാര്യമാക്കെന്ന് ആര് പറഞ്ഞു? സുദർശന ചക്രം പറഞ്ഞു. അപ്പോ ഹനുമാന് മനസ്സിലായി, ഇതാണ് ഇതാണ് ഭഗവാൻ, ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വായിക്കെടുത്തിട്ടോ. സുദർശന ചക്രത്തിന് 2 വിരല് കൊണ്ട് ഇങ്ങനെ എടുത്ത് വായിക്കെടുത്തെടുത്തു. പറഞ്ഞ മനസ്സിലായ? അതോടുകൂടി സുദർശന ചക്രം അതിനകത്ത് കിടന്ന് കറങ്ങണ അല്ലാതെ കക്ഷിയുടെ ഒരു ലീലകളും ശക്തിയും വെളിയിലിറക്കാൻ പറ്റാതെ ഹനുമാന്റെ വാക്യത്തായി. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? മിണ്ടാതെ അകത്ത് കയറി. അപ്പൊ അകത്ത് കയറുന്നതിന് മുമ്പ് ആരാ? സത്യഭാമയുടെ അടുത്ത് ഭഗവാൻ പറയുകയാണ്, ഇപ്പൊ ആര് വരും? ഹനുമാൻ വരും. അതുകൊണ്ട് നീ ഓടിപ്പോയി രുക്മിണി ദേവിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. കാരണം ഹനുമാൻ വരുമ്പോ എന്നെ രാമനായിട്ടാണ് കാണുന്നത്. അപ്പൊ സീതാദേവിയെ അദ്ദേഹം അന്വേഷിക്കും. അപ്പോ രുക്മിണി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ആർക്ക് ദേഷ്യം വന്നു? സത്യഭാമ ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടമുള്ള ആളെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് സത്യഭാമയാണ്. ഇപ്പോ ഭഗവാൻ സത്യഭാമയോട് പറയാണ് രുക്മിണിയെ വിളിച്ചോണ്ട് വാ. ഇത് സഹിക്കാൻ പറ്റുമോ? ഉടനെ പറയണം, അതെന്ത് ഹനുമാൻ എന്ത് രുക്മിണി ദേവിയെ മാത്രമേ സീതാദേവിയായിട്ട് കാണത്തുള്ളൂ? ഞാൻ എന്ത് സീതാദേവിയെ പോലെ ആണെന്ന് എന്ത് ഹനുമാൻ അംഗീകരിക്കാത്തത്? അങ്ങനെയൊന്നും ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് 4 ചാട്ടം. ഇവിടെ ഭഗവാൻ പറയാണ്, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദേവിക്ക് ഇഷ്ടമുള്ളതുപോലെ ദേവിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ടോപ്പിക്ക് തദാസു എന്ന് പറഞ്ഞ് വിട്ട്. ആര് പോയില്ല വിളിക്കാൻ? സത്യഭാമ രുക്മിണി ദേവിയെ വിളിക്കാൻ പോയില്ല, കേട്ടോ. ഇവിടെ അകത്ത് ആര് കയറി വരുന്നുണ്ട്? ഇപ്പൊ ഹനുമാൻ കയറി വന്നിരിക്കുകയാണ്. കയറി വന്നതും ഭഗവാന് സാഷ്ടാംഗ പ്രണാമം നടത്തി. എന്നിട്ട് നമസ്കരിച്ചിട്ട്, അങ്ങ് ത്രേതായുഗത്തില് അങ്ങയെ കണ്ടു, ഇപ്പോ അങ്ങ് വീണ്ടും എനിക്ക് ദർശനം നൽകിയതിന് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ അടുത്ത ആരുണ്ട്? തൊട്ടടുത്ത് ആരുണ്ട്? സത്യഭാമ. ഉടൻ പറയാണ്, ഇതാരാണ് ഭഗവാൻ? അങ്ങയുടെ മെയ്ഡ് സർവന്റ്. മെയ്ഡ് സർവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടു ജോലിക്കാരിയാണോ ദാ ഇരിക്കണേന്ന് ചോദിച്ചോ. ഉടനെ ആർക്ക് ദേഷ്യം വന്നു? സത്യഭാമയ്ക്ക് ദേഷ്യം. എന്ന് എങ്ങനെ ലേഡീസ് ഇങ്ങനെ നാക്കിയിട്ട് പോവല്ലോ, ഇങ്ങനെ നാക്കിയിട്ട് നേരെ ഓടി എവിടെ പോയി? നടന്ന് നേരെ രുക്മിണി ദേവിയുടെ അടുത്ത് പോയി. എന്നിട്ട് പറയാണ്, ദാ എന്നെ അംഗീകരിച്ചില്ല, ഹനുമാൻ അംഗീകരിച്ചില്ല, എന്റെ അടുത്ത് അങ്ങയെ ആര് വിളിക്കുന്നു?
ഭഗവാൻ വിളിക്കുന്നുണ്ട്. ഇവിടെ രുക്മിണി ദേവി ചോദിച്ചു അതെന്താ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് സീതാദേവിയായിട്ട് അങ്ങേ മാത്രമേ ഹനുമാൻ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു വിട്ടു അങ്ങയെ വിളിക്കാൻ. ആദ്യം പറഞ്ഞപ്പോ പോയില്ല. ഹനുമാന്റെ വായിന്ന് കേട്ടപ്പോ സത്യഭാമ നേരെ പോയി രുക്മിണി ദേവിയെ വിളിക്കാൻ വേണ്ടി പോയി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു 3 ലീല ഹനുമാൻ ഇവിടെ ഭഗവാനെ കാണാൻ വന്നുള്ള ഒറ്റ ഒരു സേവനത്തിലൂടെ 3 പേർക്കും കൂടെ ആര് ഗുണപാഠം നൽകി? ഭഗവാൻ നൽകി. ഒന്ന് അപ്പോ ഭഗവാന്റെ ഇദ്ദേഹത്തിന്റെ അപ്പത്തേക്ക് അവിടെ ആരെത്തി? അവിടെ ഗരുഡൻ ഒന്ന് കുടഞ്ഞ് വെള്ളത്തിൽ നിന്നൊക്കെ ചാടി കടലിൽ നിന്ന് എഴിച്ച് ഓടിക്കൊണ്ട് വന്നു. ഇവിടെ ഭഗവാൻ ചോദിക്കുകയാണ് ഇത്ര നേരം നിന്നെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു ചോദിച്ചു. ഇവിടെ ഗരുഡൻ പറയാണ് ആരോട് ചോദിക്കാൻ? ഹനുമാനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പത്തേക്കും ഹനുമാന്റെ വാ അല്ലെങ്കിലും ഉമ്മനാണുള്ളത്, ഇപ്പൊ കുറച്ചുകൂടി വലിപ്പമുണ്ട്. അപ്പൊ എന്താണ് അങ്ങയുടെ വായിൽ എന്താണ് ഇത് കുറച്ചുകൂടി കനമെന്ന് ചോദിച്ചപ്പോ ഹനുമാൻ വാ തുറന്നു. അപ്പൊ ആര് പുറത്തു വന്ന്? സുദർശന ചക്രം വന്നു. സുദർശന ചക്രത്തിനോട് ഭഗവാൻ ചോദിക്കണം എന്താ ഇത്രയും നേരം എവിടെ പോയിരുന്നു, കണ്ടില്ലല്ലോ. അത് ഹനുമാനോട് ചോദിച്ചാൽ മതി എന്ന്. മനസ്സിലായ? അതാ. അപ്പൊ രുക്മിണി ദേവി ചോദിക്കുകയാണ് എന്താ ഞാൻ അങ്ങോട്ട് പോവേണ്ടത്? ഉടനെ സത്യഭാമ പറയാണ് അത് ആരോട് ചോദിച്ചാൽ മതി? അത് ഹനുമാനോട് ചോദിച്ചാൽ. മനസ്സിലായ? അപ്പൊ അതാണ് ഹനുമാന് എന്തില്ല? ഹനുമാന് പരാജയമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എല്ലാ സമയത്തും ദാസനായി. ദാസൻ ഒരിക്കലും യജമാനനാവാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ആരൊക്കെ യജമാനനാവാൻ ശ്രമിച്ചു? ഒന്ന് ഗരുഡൻ യജമാനാവാൻ ശ്രമിച്ചു. ഭഗവാനെ തന്നെ കൊണ്ടുപോകുന്നത് ഞാനാണ് എന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒറ്റയ്ക്ക് പോകാറില്ല, എന്റെ സേവനം സ്വീകരിക്കാറുണ്ട്. കാരണം എനിക്കാണ് ഈ സ്പീഡിൽ ഓടാൻ പറന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭഗവാനെക്കാളും മുകളിലാണ് ഞാനെന്നുള്ള ഭാവം ആർക്കുണ്ടായിരുന്നു? അതൊരു ദാസന്റെ മനോഭാവം അല്ല, അത് യജമാന മനോഭാവം. അത് ഭഗവാൻ ഹനുമാനിലൂടെ ഇങ്ങനെയും ഭക്തന്മാർ ഈ ലോകത്തുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. 2 ആരാണ്? 2 സുദർശന ചക്രം. സുദർശന ചക്രം ഒരു സമയത്ത് പറഞ്ഞു ഞാനാണ് ഭഗവാന്റെ യഥാർത്ഥ സംരക്ഷകൻ. ഞാൻ ഈ വെളിയിൽ കാവലിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ അകത്ത് സുരക്ഷിതത്വം എന്നുള്ളത്. ആണോ? ലോകത്തിലെ സംരക്ഷകൻ ആരാണ്? ജഗത്തിന്റെ നാഥൻ, ലോകത്തിന്റെ സംരക്ഷകൻ അല്ലെ? അത് ഭഗവാനാണ്, ഒരിക്കലും വേറെ ആരുമല്ല അല്ലെ? ഭഗവാൻ പറയാണ് പുരുഷന്റെ പൗരുഷം ഞാൻ കൊടുത്തതാണ്. അതേപോലെ തന്നെ സ്ത്രീകളുടെ അഴക്, ചന്തം, നല്ല സംഭാഷണം ഞാൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാനെ മാറ്റി നിർത്തി ഇതെല്ലാം എനിക്കാണുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ ഭഗവാൻ ഒറ്റ കൊട്ടുകൊടുക്കും. അങ്ങനെ കൊട്ടിയതാണ് സുദർശന ചക്രത്തിന്. ഭഗവാനാണ് സുദർശന ചക്രത്തിനെ സംരക്ഷിക്കുന്നത്, അല്ലാതെ സുദർശന ചക്രമല്ല ഭഗവാനെ സംരക്ഷിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ വായിന് പോയപ്പോ കമന്ന് നടന്ന് ഓടി നടന്ന് എത്തി നോക്കിയിട്ടും ഇതിനകത്ത് വെളിയിലിറങ്ങാൻ ആർക്കും പറ്റുന്നില്ല. സുദർശന ചക്രത്തിന്റെ മൊത്തം കഴിവും പുറത്തെടുത്തിട്ട് നടക്കും. മനസ്സിലായ? ഇതേപോലെ അർജുനന് എനിക്ക് തോന്നി ഞാനാണ് മഹാഭാരതം ജയിപ്പിച്ചത്. എന്നാൽ ഇതിനകത്ത് ഇറങ്ങാൻ പറഞ്ഞു, തേരിന്റെ വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു. ആദ്യം ആര്? തേരാളി, പിന്നെ ആദ്യം തേരാളി ഇറങ്ങട്ടെ, എന്നിട്ട് കഥവ് തുറന്നു കൊടുത്താലേ ആരിറങ്ങത്തുള്ളൂ? ബാക്കിലുള്ള ആൾ ഇറങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ ദേഷ്യപ്പെട്ടു ഇറങ്ങുന്ന വരട്ടി. അപ്പൊ ഇതേ ഇറങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിന്റെ പാദമെടുത്ത് ആ തേരിൽ നിന്ന് എടുത്ത് മാറ്റിയതും തുമ്മെന്ന് ആ തേര് കംപ്ലീറ്റ് കത്തിച്ചു. കാരണം എന്ത്? ഇത്രയും ആൾക്കാരിട്ട അമ്പെല്ലാം ഭഗവാൻ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തറച്ചില്ല. എന്നാൽ ഭഗവാൻ മാറിയപ്പോ അതെല്ലാം കൂടെ അതിനകത്ത് തറച്ച് അത് കത്തിപ്പോകണം. അതേപോലെ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അല്ലാതെ ഭഗവാനെ സംരക്ഷിക്കാൻ ലോകത്താർക്കും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഈ ലീലയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സത്യഭാമ കൊടുത്ത ഉപദേശം എന്താണ്? ഞാനാണ് വലുത് എന്നുള്ളൊരു ചെറിയ ഭാവം ആർക്കുണ്ടായിരുന്നു? സത്യഭാമ. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന് ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു? സത്യഭാമയ്ക്കുണ്ട്. പിന്നെ സത്യഭാമയെക്കാളും റെസ്പെക്ട് ആർക്കാണ് കിട്ടുന്നത്? രുക്മിണിക്കാണ് കിട്ടുന്നത്. അത് ഹനുമാന്റെ വായിന്ന് കേട്ടപ്പോഴാണ് സത്യഭാമ അയ്യോ എനിക്ക് അത്രയേ ഉള്ളൂ എന്നുള്ളതായി. അപ്പൊ ആർക്കും ആരോടും ഇഷ്ടവും ദേഷ്യവും അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. മനസ്സിലായി? ഭഗവാൻ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. ഭഗവാൻ സ്വയം സംതൃപ്തൻ, ആത്മരാമൻ. അത് ആർക്ക് മനസ്സിലായി? സത്യഭാമയ്ക്ക് മനസ്സിലായി. അല്ല, ഭഗവാൻ ഒരിക്കലും രുക്മിണി ദേവിയോട് അല്ല കൂടുതൽ ഇഷ്ടം, സത്യഭാമയുടെ അല്ല ഭഗവാൻ ഇഷ്ടം. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്തന്മാരോട്, അത്രയും. അല്ലാതെ ഒരിക്കലും അതേപോലെ ഗോപികമാർക്ക് ഒരിക്കൽ തോന്നി ഭഗവാന് ആര് ആസക്തനാണെന്ന് തോന്നി? ഗോപികമാരിൽ ആസക്തനാണെന്ന് തോന്നി. അടുത്ത സെക്കൻഡ് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷം. പിന്നെ ഭഗവാനെ കാലും കൈയും പിടിച്ചിട്ട് മാത്രമേ പിന്നെ ഭഗവാൻ ഗോപികമാർക്ക് ദർശനം കൊടുത്തു. അപ്പോഴാണ് ഗോപികമാർക്ക് മനസ്സിലായത് ഗോപികമാർക്കാണ് ഭഗവാനോട് അറ്റാച്ച്മെന്റ്, ഭഗവാന് തിരിച്ച് ആരോടും അറ്റാച്ച്മെന്റ്. മൊത്തം 6 വിഭൂതികളിൽ ഏറ്റവും ലാസ്റ്റത്തെ വിഭൂതി എന്ന് പറയുമ്പോൾ റിനൗൺസിയേഷൻ, ത്യാഗമെന്ന്.
പരാശര മുനി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ 6 വിഭൂതികളുണ്ടെന്നാണ്. എന്താണ്? നല്ല ചന്തമുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്, നല്ല സമ്പൽ സമൃദ്ധിയുണ്ട്, നല്ല കീർത്തിമാനാണ്, നല്ല വേറെ എന്തോന്നുണ്ട്, നല്ല ശക്തിമാനാണ്, ബലശാലിയാണ്. അതുപോലെ ഭഗവാൻ ത്യാഗിയുമാണ്. അതുപോലെ ഭഗവാൻ ഒന്നിനും അറ്റാച്ച്ഡുമാണ്. നമുക്ക് ഈ 6 വിഭൂതികളിൽ 5 വിഭൂതി നമുക്ക് വേണമെന്നുണ്ട്. ഈ ലാസ്റ്റ് വിഭൂതി നമുക്ക് വേണ്ടേ വേണ്ട. ത്യാഗം ആർക്ക് വേണം? അതും കൂടെ ആർക്കുണ്ട്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനാണ്. മനസ്സിലായ ഏത് എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? സത്യഭാമയ്ക്ക് മനസ്സിലായി. ഭഗവാൻ ഒരിക്കലും നമ്മളിൽ അറ്റാച്ച്ഡ് അല്ലെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ്. അപ്പൊ ഒരു ലീലയിലൂടെ ഭഗവാൻ ഒരുപാട് പേര് പാഠം പഠിപ്പിച്ചു. ഇതിൽ ആര് വിജയിച്ചു? ഈ ലീലയിലൂടെ ഹനുമാനാണ് വിജയിച്ചത്. ഹനുമാനാകുന്ന ഭക്തനാണ് ഇവിടെ വിജയിച്ചത്. അദ്ദേഹത്തിന് എന്തില്ല? യജമാന മനോഭാവം, ഒരു ദാസ മനോഭാവം മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ എല്ലാവരിലും ഹമ്പിളായിരുന്നു. എന്നാൽ ഈ ഹമ്പിൾനെസ് ഒരിക്കലും വീക്ക്നെസ് അല്ല. ശക്തനാണ്, അതിശക്തനാണ്, എന്നാൽ ഹമ്പിളുമാണ്. ആലോചിച്ച് നോക്കുക അല്ലെ? ശക്തനുമാണ്, ഹമ്പിളുമാവും. അത് വലിയ പാടാണ്. അത് ആർക്കുണ്ട്? ഭക്തന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീല പ്രഭുപാദർ ഒരു പുസ്തകത്തില് എഴുതിയിട്ടുണ്ട്, ക്ഷത്രിയർ നായാട്ടിന് പോകുമെന്ന് എഴുതി. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണ ബുക്കില് ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെ പോകുന്നുണ്ട്? നായാട്ടിന് പോകുന്നു കേട്ടോ. ഈ നായാട്ടിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, നായാട്ടിന് എന്തിനാണ് കൃഷ്ണൻ പോകുന്നത്? നായാടുമ്പോൾ എന്താണ്? അമ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി കൃഷ്ണൻ എന്തിനു പോകുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. കൃഷ്ണ ബുക്കിൽ പർപ്പട്ടിൽ പറയുന്നുണ്ട്, കൃഷ്ണന്റെ ഡെയിലി ആക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് ഭഗവാൻ എവിടെയും കൂടെ പോകും, നായാട്ടിനും കൂടെ പോകും. അപ്പൊ നമുക്ക് തോന്നി, എന്തിനാണ് ഭഗവാൻ നായാടുന്നത്? ഇവിടെ പറയുകയാണ്, ഒരു ക്ഷത്രിയൻ എന്ത് ചെയ്യണം? നായാട്ട് ശീലിക്കണം. നായാടുക എന്ന് പറയുമ്പോൾ കൊല്ലുന്നത് ശീലിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ കൊല്ലുന്നത് ശീലിക്കണമെങ്കിൽ ഒരാളെ കൊന്നാലല്ലേ പറ്റൂ. അങ്ങനെ മൃഗങ്ങളെ കൊന്നാണ് അത് ശീലിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും, അങ്ങനെ ഭഗവാൻ പറയുന്നത് ഫലത്തിൽ ഒരു വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകില്ലേ? ശാന്തത, സമാധാനപ്രിയം, ഇതൊക്കെയല്ലേ ഭക്തിയിൽ വന്നാൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിയല്ലേ? എന്നാൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു ആ പർപ്പട്ടില്, ഒരു ക്ഷത്രിയൻ ക്രൂരത കാണിക്കണമെന്ന്, ക്രൂരത ചില സമയത്ത് കാണിക്കണമെന്നാണ് പറയുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ക്രൂരത ആര് കാണിക്കണം? ഒരു ക്ഷത്രിയൻ കാണിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ലോകത്തിൽ സമാധാനം നിലനിൽക്കും. ഉദാഹരണത്തിന്, ഒരു ജഡ്ജ് ശിക്ഷിക്കത്തേ ഇല്ലാത്ത ഒരു ജഡ്ജ് എങ്ങനെ? അങ്ങനെ ഒരു ജഡ്ജ് അവിടെ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവോ ഇല്ലയോ? മനസ്സിലായോ? ഒരു ജഡ്ജ് ആര് എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കത്തില്ല. ഇതറിയാവുന്ന കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കും. അതേ പണിയാണ് പോലീസിനുള്ളത്, അല്ലെ? പോലീസ് വളരെ ശാന്തനായ പോലീസുള്ള സ്ഥലത്ത് അവിടെ ആരെങ്കിലും അവരെ വകവയ്ക്കുമോ? അപ്പൊ പോലീസിനെ പേടിച്ചാൽ മാത്രമേ അവിടെ ആ രാജ്യത്തെ അരാജകത്വം നിലനിൽക്കാതെ ധർമ്മവും നീതി പുലർത്താൻ പറ്റും. അതേപോലെ ക്ഷത്രിയന്മാർ എന്നുള്ള വാക്കിന് അർത്ഥം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി തെറ്റ് ചെയ്തവർക്ക് മുഖം നോക്കാതെ ശിക്ഷ കൊടുക്കണമെന്നാണ്. അപ്പൊ അതനുസരിച്ചുള്ള പ്രാക്ടീസ്, ട്രെയിനിങ് അവർക്ക് നേടണം. പോലീസിന് വെടിവെച്ച് പ്രാക്ടീസ് വേണം. മനസ്സിലായോ? അപ്പൊ എന്നാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞത്, ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത് ആര് പഠിക്കണം? ക്ഷത്രിയന്മാർ ചെയ്യണം. അതില് പാപം ആർക്കില്ല? ക്ഷത്രിയന്മാർക്കില്ല. കാരണം രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പരമവീര ചക്രമാണ് കിട്ടുന്നത് 4 പേരെ കൊന്നാൽ, അല്ലെ? നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണ് 4 പേരെ കൊന്നാൽ ജയിലിൽ കിടക്കും 14 വർഷം, അല്ലെ? ഒരേ പ്രവൃത്തിയിൽ തിരിച്ച് റിയാക്ഷൻ രണ്ടാണ്. ഒന്ന് പരമവീര ചക്രം കിട്ടി, ഒന്ന് ജയിലിൽ പിടിച്ചു. കാരണം ഒന്ന് രാജ്യത്തിന് വേണ്ടി ചെയ്തു. ശക്തന്റെ ശക്തി അശക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ശക്തന്റെ ശക്തി അശക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ക്ഷത്രിയരുടെ ജോലി ബ്രാഹ്മണ, വൈശ്യ, ശൂദ്രന്മാരെ സംരക്ഷണ ചുമതലയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കണം. അങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസാണ് ക്ഷത്രിയ വേഷത്തിലിരിക്കുന്ന കൃഷ്ണൻ നായാടിലൂടെ കാണിച്ചത്. ക്ലിയർ ആയല്ലോ? അതാ പറഞ്ഞു വരുന്നത്. ഹനുമാൻ എന്താണ്? പരമഭക്തനും ദാസനും എളിയ ജീവിതം നയിക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോ പണി കൊടുത്ത ഗരുഡന് പണി കൊടുത്തേ, സുദർശന ചക്രത്തിന് പണി കൊടുത്തേ, സത്യഭാമയ്ക്ക് പോലും ഒരു പണി കൊടുത്തേ. ഇതാണ് ഒരു ഭക്തൻ.
ഭക്തൻ 100% എല്ലാ മേഖലയിലും സർവ എന്താ പറയല്ലോ സകല കലാ വല്ലഭനായിരിക്കണം. മനസ്സിലായില്ലേ? ഭക്തനായതുകൊണ്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ലാന്നാവരുത്. അതായത് നല്ല രീതിയിൽ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ജോലിക്ക് പോകണം, ഭാര്യയുടെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, അച്ഛന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, യുഗധർമ്മം ആചരിക്കണം, യുഗധർമ്മം പ്രചരിപ്പിക്കണം, ശ്രീമദ് ഭാഗവതം വായിക്കാൻ സമയം കണ്ടെത്തണം. മനസ്സിലായി? എല്ലാത്തിനും ആളിനാളായിട്ട് അതാ. അല്ലാതെ ഭക്തി ആയതുകൊണ്ട് എല്ലാത്തിലും ഒതുങ്ങി പോയി അല്ല. അതാണ് ശ്രീലപ്രഭാതർ പറഞ്ഞിരിക്കുന്നത്. യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ, ബുക്സ് ആർ ദ ബേസിസ്, ബുക്സ് ആർ ദ ബേസിസ്, books are the basis, purity is the false, purity is the false, books are the basis, purity is the false, utility is the principle. എല്ലാം ഭഗവാന്റെ ഭക്തിത്വ ഭഗവത് സ്നേഹത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇങ്ങനെയാണ്. അപ്പൊ ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, മറന്നു. ബുക്സ് ആർ ദ ബേസിസ്, പ്യൂരിറ്റി ഈസ് ദ ഫോൾസ്, യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ. ഇനി ഒന്നുകൂടെ ഉണ്ട്, അത് വിട്ടുപോയി, ഇനി ഒരു ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ബാലൻസ്ഡ് ലൈഫാണ് എൻജോയ് ചെയ്യുന്നത്. ഭക്തിയിൽ വന്നത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. പകരം അതിന്റെയൊക്കെ മാറ്റ് കൂടുതലായത്. അതുകൊണ്ട് ഭക്തന്മാർ എവിടെ പോയാലും ആ മേഖലയിൽ അവരുടെ സക്സസ്. പഠിക്കാൻ പോകുമ്പോൾ അവിടെ 1ാം റാങ്കുകാരൻ, 2ാം റാങ്കുകാരനല്ല. ജോലി ചെയ്യുമ്പോൾ അവിടെ സൂപ്പർ പെർഫോമറായി. അതേപോലെ ഭക്തിയിൽ വരുമ്പോൾ നല്ലൊരു ശുദ്ധ സാത്വികനായ സാധകനുമായി. ആരെങ്കിലും സേവനം ചെയ്യുമ്പോൾ ഒരു എളിയ വിനയപൂർവ്വമുള്ള ഒരു ഭക്തനുമായി, ദാസനായി. അങ്ങനെ ആളിനാളായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയാണ് നമ്മളിലൂടെ ഭഗവാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ മാതൃകയായി നമുക്ക് തന്നിരിക്കുന്നത് ഹനുമാനാണ്. ആ ഹനുമാൻ എവിടെയും വിജയം വരിച്ച വ്യക്തിയാണ്, ഭക്തിയിലായാലും പണിഷ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഹനുമാനെ ആര് കൊടിയാടകമായിട്ട് വെച്ചിട്ടുണ്ട്? അർജുനന് കൊടിയാടകമായിട്ട് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അവിടെ ഹനുമാനുണ്ട്. ഹനുമാനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ രാജാവേ ആരെ ജയിക്കത്തുള്ളൂ? പാണ്ഡവരെ ജയിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മുടെ ഓൺലൈൻ ലിങ്കിന്റെ കൂടെ ഒരു വാട്സപ്പിന്റെ ലിങ്കും കൂടെ ഉണ്ടാവും. ആ വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്ന ഒരു ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തൊരു പാർട്ടിസിപ്പന്റ് ആയി മാറുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസിന്റെയും ലിങ്ക് അതിനകത്ത് കിട്ടുന്നതാണ്. നമ്മളൊരു സന്തോഷ വാർത്ത, ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ ആഴ്ചത്തോറും ഓരോ ശ്ലോകം വെച്ച് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ശ്രീമദ് ഭാഗവതം ഡെയിലി നമ്മൾ തുടങ്ങണമെന്ന് എവിടെയെങ്കിലും. അതിന്റെ ഒരു മഹാഭാഗ്യം ശ്രീ രാധാ നീലമാധവ് സത്സംഗ് കരമന തളിയലില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ദിവസവും ശ്രീമദ് ഭാഗവതം. അപ്പൊ അതിന്റെ ലിങ്കും ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഞായറാഴ്ച ഒഴിച്ച് നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ 1ാമത്തെ അധ്യായം 1ാമത്തെ കാൻഡോ മുതൽ പഠിക്കാനുള്ള അവസരം ശ്രീ രാധാ നീലമാധവ് സത്സംഗം ഭഗവാന്റെ കൃപയാൽ മലയാളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ എല്ലാ ദിവസവും രാത്രിയല്ല, രാവിലെ 8 മണിക്ക്. അതിനുള്ളത്. നിങ്ങൾ എല്ലാവരും ശ്രീമദ് ഭാഗവതത്തിന് നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാവിലെ 8 മണിക്കാണ്, രാത്രി 8 മണിക്കല്ല. രാവിലെ 8 മണിക്കാണ്, രാത്രി 8 മണിക്കല്ല. ദയവായി എല്ലാവരും ശ്രദ്ധിച്ചാലും ശ്രീമദ് ഭാഗവതം എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് രാവിലെ 8 മണിക്ക്. ഞായറാഴ്ചകളിൽ ശ്രീമദ് ഭഗവത്ഗീത രാവിലെ 9 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഇതേപോലെ ഉണ്ടാവും. പിന്നെ നേരിട്ടുള്ള ക്ലാസ് ആണ് സെന്ററുകളിൽ നടക്കുന്നത് കൊണ്ട് അത് 12 മണിക്കാണ് ക്ലാസ്. അത് ഓൺലൈനായിട്ട് ക്ലാസ് ഇല്ല, നേരിട്ട് വരാനാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. എല്ലാവരും ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യ അനുഗ്രഹം നേടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് അഭയചരണം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസും റെക്കോർഡഡ് അവൈലബിൾ ആണ്. ദയവായി അതെല്ലാവരും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ഓം.